തുടർച്ചയായി ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ടെന്ന് ഹോക്കി താരം PR ശ്രീജേഷ് 24 പറഞ്ഞു. പുതിയ പദവി ഏറ്റെടുക്കാൻ കുറച്ചുകൂടി സമയം വേണം. വിനേഷ് ഫോഗട്ടിന്റെ മെഡൽ നഷ്ടം മറക്കാൻ കഴിയാത്തതാണെന്നും PR ശ്രീജേഷ് പറഞ്ഞു. ബൽറാം നെടുങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യയുടെ അഭിമാനം PR ശ്രീജേഷ് ചേരുകയാണ് 24-നൊപ്പം. വർഷങ്ങൾക്ക് ശേഷം തുടർച്ചയായി മെഡലുമായി മടങ്ങിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു ചരിത്രം നമുക്കുണ്ടല്ലോ ഹോക്കിയിൽ, തുടർച്ചയായി ജയിക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടായില്ല. ഇപ്പം അടുത്ത 2 വർഷങ്ങളായിട്ട് നടക്കുന്നു. അപ്പം വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഒരു തിരിച്ചുവരവ് ലോകത്തിനെ അറിയിക്കുന്നു എന്നുള്ളതിന് വേണം എന്താ പറയുക മനസ്സിലാക്കാൻ ഇതിലൂടെ. പക്ഷേ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, അതാണ് വളരെ അത്യാവശ്യം. അങ്ങയുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നു. കുറച്ച് നാളായിട്ട് മനസ്സിലുള്ളൊരു കാര്യമായിരുന്നു വിരമിക്കൽ എന്നുള്ളത്. അത് എവിടെ വെച്ച് വേണം എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഹോക്കി ഇത്രയും കളിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു നല്ലൊരു വേദിയിൽ വെച്ച് വേണം വിടവാങ്ങാൻ എന്ന് ആഗ്രഹിച്ചിരുന്നു. വേൾഡ് കപ്പ് വരുന്നുണ്ട് 2 വർഷം കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു, അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ്. പക്ഷേ എനിക്ക് തോന്നി ഒളിമ്പിക്സ് ആയിരിക്കാം ഒരു പക്ഷേ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം. കാരണം ലോകം എന്താ പറയുന്നത്, ലോകം എല്ലാവരും ഉത്സവം പോലെ ആഘോഷിക്കുന്ന ഒളിമ്പിക്സിൽ നിന്ന് പോരുക എന്നുള്ളത് അതാണ് അതിൻ്റെ ശരിയെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. പുതിയൊരു പദവി ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞോ? ഇല്ല, അതിന് കുറച്ചൊരു സമയം വേണം. കാരണം ഇപ്പം കളി കഴിഞ്ഞല്ലേ ഉള്ളൂ. എന്തായാലും ഒന്ന് നാട്ടിൽ പോയി ഫാമിലിയുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് സീരിയസ് ആയിട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ. ഈ ഒരു ഒളിമ്പിക്സിൽ ഒരു ചെറിയ വേദനയായത് വിനേഷിൻ്റെ മെഡൽ നഷ്ടപ്പെട്ടതാണ്. എങ്ങനെയാണ് അതിനോട്? ആസ് എ സ്പോർട്സ് പേഴ്സൺ ഒരിക്കലും നമ്മളെ കൊണ്ട് മറക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വിഷമം മറികടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിഞ്ഞില്ല. കാരണം മെഡൽ എന്നൊരു കാര്യം ആ ഒരു അത്ലറ്റിൻ്റെ കയ്യിൽ വന്നതാണ്. ഒന്നല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, അത്രയ്ക്ക് ഉറപ്പിച്ചൊരു മെഡലിന് തരില്ല. ഇനി നിങ്ങൾ ഏറ്റവും അവസാനത്തെ വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ വളരെ എന്താ പറയുക നിർഭാഗ്യകരമാണ്. പക്ഷേ എല്ലാ സ്പോർട്സിനും ഒരു റൂൾ ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുട്ടികൾക്ക് ഇതൊരു വേദനയുള്ളൊരു കാര്യമാണെങ്കിൽ ഇനി വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഒരു ചാൻസ് പോലും വേറൊരാൾക്ക് കൊടുക്കരുത്. അതായത് നമ്മളെ തോൽപ്പിക്കാനുള്ള ഒരു ചാൻസ് പോലും കൊടുക്കരുത്. എന്താ പറയുക, നമ്മൾ കേട്ട് വളർന്നൊരു കാര്യം 0.01 സെക്കൻഡിലെ ഉഷ ചേച്ചിക്ക് മെഡൽ മിസ് ചെയ്തു എന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കാം എന്താ പറയുന്നത് അവസാന നിമിഷം വരെ നമ്മൾ നമ്മുടെ ഗെയിമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളത്. എല്ലാം ആശംസകൾ. താങ്ക് യു. എന്തായാലും തുടർന്ന് അടുത്ത പദവി ഏറ്റെടുക്കുന്നതിന് അല്പസമയം തനിക്ക് ആവശ്യമുണ്ട് എന്നാണ് PR ശ്രീജേഷ് വ്യക്തമാക്കിയത്. മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.